യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് എനിക്ക് എഴുന്നേറ്റേക്കാൻ യേശു ഇപ്പം തന്ന സമയത്തിനായി സ്തോത്രം. ഞാൻ യേശുവിനെ അറിയുന്നൊരു കുടുംബത്തിൽ ജനിക്കാൻ എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ മാതാപിതാക്കൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ ജനിച്ച കാലം മുതൽ വചനം കേട്ടാണ് വളർന്നത്. കുഞ്ഞുകാലത്തിലെല്ലാം യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ യേശുവിനോട് എല്ലാം പറഞ്ഞുകൊണ്ടെല്ലാം നടന്നതെല്ലാം ഞാൻ ഓർക്കുന്നു. വളർന്നു വന്നപ്പോൾ പതുക്കെ എൻ്റെ ചിന്തകളെല്ലാം മാറിപ്പോയി. യേശുവിന് എന്നോട് സ്നേഹമില്ലെന്നും എനിക്ക് കഴിവില്ലെന്നും എല്ലാമുള്ള ചിന്ത കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു. എൻ്റെ ഹൃദയം അങ്ങനെ നിരാശ നിറഞ്ഞതും ഭാരം നിറഞ്ഞതെല്ലാമായി തീർന്നു. പതിയെ ഞാൻ യേശുവിനോടുള്ള പരിഭവം എല്ലാം നിറഞ്ഞ് യേശുവിൻ്റെ സ്നേഹമൊന്നും തിരിച്ചറിയാതെ ആ യേശു എനിക്ക് തന്ന സ്നേഹമെല്ലാം വിട്ട് ഞാൻ നിരാശയിലേക്കും എല്ലാം എൻ്റെ ഹൃദയം അന്ധകാരം നിറഞ്ഞതായി തീർന്നു. അശുദ്ധമായി തീർന്നതെല്ലാം ഞാൻ അറിഞ്ഞു. ഞാൻ വചനം കേൾക്കുമ്പോഴെല്ലാം ഞാൻ തീരുമാനം എടുക്കുമായിരുന്നു. എങ്കിലും പക്ഷേ ആ തീരുമാനത്തിലൊന്നും നിൽക്കാതെ ഓരോ തെറ്റ് വരുമ്പോൾ പിന്നെ ഞാൻ യേശുവിനെ ഒരു സ്നേഹമില്ലാത്ത ക്രൂരനായിട്ട് കണ്ടു. എനിക്ക് ജയിച്ചത് ഒരിക്കലും സാധ്യമല്ല എല്ലാം വിചാരിച്ച് ഞാൻ ഓരോ ദിവസവും നിരാശയിൽ നിന്ന് നിരാശയിലേക്കെല്ലാം ആയിപ്പോയി. ഞാൻ ഓർക്കുന്നു, വചനം കേൾക്കുമ്പോൾ തീരുമാനം എടുക്കും. എന്നാലും അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് യേശുവിന് എന്നോട് സ്നേഹമില്ലെന്നാണ്. അങ്ങനെയെല്ലാം ഏറ്റവും നിരാശപ്പെട്ടിരുന്നു. എന്നാലും എൻ്റെ മാതാപിതാക്കളെല്ലാം പ്രാർത്ഥന വിചാരിച്ച് എൻ്റെ ഓരോ കാര്യങ്ങളും യേശു ക്രിസ്തു ഭംഗിയായി നടത്തി തന്നു. അതൊന്നും പക്ഷേ യേശുവാണ് നടത്തി തന്നത്. യേശു സ്നേഹവാനാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ എൻ്റെ പഠന കാര്യങ്ങളെല്ലാം യേശു ഇപ്പം നടത്തി തന്നു. എൻ്റെ വിവാഹപ്രായം എത്തിയപ്പോൾ എനിക്ക് ഒരു തക്ക തുണയി തന്നു. വിവാഹത്തിനോടനുബന്ധിച്ച് എനിക്ക് എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാൻ എല്ലാം കൃപ തന്നു. യേശു അപ്പോൾ എൻ്റെ സമർപ്പണം എല്ലാം ഏറ്റെടുത്തു. എനിക്ക് ഏറ്റവും സമാധാനമുള്ളൊരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലാൻ എല്ലാം കൃപ തന്നു. സ്നേഹമുള്ള ഭർത്താവിനെയും കരുതുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെല്ലാം എനിക്ക് തന്നു. എനിക്ക് ഇന്നുവരെയും ഒരു കുറവും വരുത്തിയില്ല. ഞാൻ ആ യേശുവിനെ പരിഭവിച്ചു എല്ലാം പ്രയാസപ്പെട്ടും ദുഷ്ടനായ എല്ലാം കണ്ടെങ്കിലും ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉടവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട യേശു എൻ്റെ ഒരു നന്മയും കണ്ടിട്ടില്ല. എനിക്ക് ഒരു നന്മയും പറയാനില്ല, എന്തെങ്കിലും ചെയ്തു എന്നൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ യേശു ഈ കാലങ്ങളിൽ എനിക്ക് മനസ്സിലാകുന്നു, യേശു എന്നെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നത്. യേശുവിന് എന്നെ ആ സ്വർഗത്തിലിരുത്താൻ പദ്ധതിയുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഈ കാലങ്ങളിൽ എന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഞാൻ അറിയുന്നു. അപ്പോൾ പാപത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ട, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ട എന്നെ പിന്നെയും യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് അടുപ്പിച്ച് യേശുവിൻ്റെ വചനം ഞങ്ങളുടെ ഭവനത്തിൽ പിന്നെയും ഇറക്കാൻ അവിടെ കൃപ തന്നു. എൻ്റെ ജീവിതത്തെ ഓരോ ദിവസവും ചോദനയിൽ യേശു കൃപ തരുന്നു. ഇനി യേശുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അടഞ്ഞുപോയ ഗർഭപാത്രം തുറന്ന് ഞങ്ങൾക്ക് ദാനമായി 4 കുഞ്ഞുങ്ങളെന്നെ തന്നിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ യേശുള്ള കുഞ്ഞുങ്ങളായി വളർത്തണം. പലപ്പോഴും യേശുവിൻ്റെ സ്നേഹത്തിലേക്കൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ വരാതിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഭാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ യേശു സംസാരിച്ചു, നീ എത്ര കാലം എന്നെ വേദനിപ്പിച്ച് എല്ലാം പിന്മാറിയും പോയപ്പോൾ ഒരു ഇതും കൂടാതെ ഒരു തിടക്കം കൂടാതെ എൻ്റെ പുറകെ നിന്ന് യേശുവിൻ്റെ സ്നേഹം ഞാൻ വീണപ്പോഴും ഞാൻ താണുപോയപ്പോഴും ആ യേശു എനിക്ക് ഉറപ്പ് തരുന്നു, എന്നെ വീണ്ടെടുത്താൻ ഇത്ര നാളും എൻ്റെ പുറകെ നിന്നവൻ ഞാൻ വീണപ്പോഴും എന്നെ തള്ളിക്കളയാതെ എന്നെ ഇത്രത്തോളം ചേർത്തവൻ കുടുംബമായി ഞങ്ങൾ അക്കരയ്ക്ക് എത്തിക്കുമെന്ന് വാഗ്ദത്തം തന്നാൽ കുടുംബമായി രക്ഷ തരാം എന്ന വാഗ്ദത്തം പറഞ്ഞു ഞങ്ങളെ കുടുംബമായി ആ യേശുവിൻ്റെ സാക്ഷിയായി നിർത്തുന്നുള്ള വിശ്വാസം എനിക്ക് തന്നിരിക്കുന്നു. ഞങ്ങളെ കുടുംബമായി യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ആ ദുബായുടെ ദേശത്ത് ഞങ്ങളെ ആക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും അപ്പോൾ ഒരു മനസ്സോടെ യേശുവിൻ്റെ വേലയിൽ കൈത്താങ്ങൾ കൊടുത്തുകൊണ്ട് നിൽക്കാൻ കൃപ തരുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു.